നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശഗോപുരമായി, പ്രകാശദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും. നമുക്കറിയാം, മരുഭൂമിയിൽ 40 ദിവസം സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വിജയം വരിച്ച് പുറത്തിറങ്ങിയ യേശുക്രിസ്തുവാണ് ഈ പാപനാശനത്തിനു വേണ്ടി നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വാക്കുകൾ പറഞ്ഞത്. അതാണ് ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നാണ് യേശു പറഞ്ഞത്. യഥാർത്ഥത്തിൽ തൻ്റെ ഗലീലിയോ കടപ്പുറത്ത് നിന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജനങ്ങളുമായി ആശയവിനിമയം നടത്തി നിരന്തരമായി അദ്ദേഹത്തിൻ്റെ വചനങ്ങൾക്ക് വ്യക്തത വരുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രക്ഷിതാവും രക്ഷകനുമായ ദൈവത്തോട് മനുഷ്യൻ നടത്തുന്ന ആശയവിനിമയമാണ്, അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ശക്തിയാണ്. CC വിഷൻ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. വ്യത്യസ്തമായൊരു വിഷയമാണ് ഇന്ന് പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. അത് ചർച്ച ആരംഭിക്കാൻ, തുടങ്ങി വെക്കാനായിട്ടും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനായിട്ട് ക്രൈസ്തവന്റെ എഡിറ്റർ വർഗീസ് ചാക്കോ സാറിന്റെ കൂടെ. ആദ്യം ഒരു ചോദ്യം അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്. ബില്ലി ഗ്രഹാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ബില്ലി ഗ്രഹാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾക്കെല്ലാം അറിയാമല്ലോ. അറിയാം. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എത്രയോ പേർക്ക് അറിയാം. എന്താണ് ബില്ലി ഗ്രഹാമിനെ കുറിച്ച് അറിയാവുന്നത്? വേൾഡ് വൈഡ് സുവിശേഷകനായിരുന്നു. സിമ്പിളായ സുവിശേഷം പറയുന്ന ആള്. അമേരിക്കൻ പ്രസിഡന്റുമാർ പോലും അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് ചെയ്യുമായിരുന്നു. അതല്ലെങ്കിൽ പ്രസിഡന്റിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബില്ലി ഗ്രഹാം ഏത് പ്രസിഡന്റ് അടുത്തും ചെല്ലായിരുന്നു. ലോകപ്രശസ്തനായ സുവിശേഷകനായിരുന്നു. രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറവോ ഗ്രഹാം എന്ന് പറയുന്ന ആളുടെ അറിയുമോ? ഇല്ല, കേട്ടിട്ടില്ല. പറവൂർ ഗ്രഹാം ആ പേരങ്ങോട്ട് പ്രശസ്തിയിലേക്ക് വരുന്നതേ ഉള്ളൂ. ആ പേര് ചാർത്തി കൊടുത്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കൂടെയൊക്കെ എപ്പോഴും സഹകരിക്കുന്ന, ചർച്ചകളിൽ പ്രധാനിയായി പങ്കെടുക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും എല്ലാ മേഖലയെക്കുറിച്ചും സജീവമായ അറിവും വിജ്ഞാനവും ഉള്ള നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറാണ്. ഈ പേര് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പറവൂർ ഗ്രഹാം എന്നാണ്. അത് കൊടുത്തിരിക്കുന്നത് VD സതീശനാണ്. VD സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പേര് പറവൂർ ഗ്രഹാം എന്നാണ്. അതങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അത് ശരി. അപ്പം ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. എന്തായിരിക്കാം അദ്ദേഹത്തെ അങ്ങനെ വക്കീല് വിളിക്കാനുള്ള കാരണം? അദ്ദേഹം നല്ലൊരു സുവിശേഷ പ്രസംഗികനാണ്. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ്. വേദപുസ്തകം ശരിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിൽ അത് വ്യക്തമാകുന്നുണ്ട്. അതായിരിക്കാം ജയശങ്കർ സാറ് ഇങ്ങനെ പറയാൻ കാരണം. അതൊരു പരിതമായിട്ട് നമ്മൾ കണ്ടാൽ മതി. അതെ, ബില്ലി ഗ്രഹാമിനെ പോലെ ഒരു അന്തർദേശീയ പ്രാസംഗികൻ എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹത്തിന്റെ. കാരണം സുവിശേഷ പ്രസംഗം കേരളത്തിൽ ധാരാളമായി ക്രിസ്ത്യൻ യോഗങ്ങളിൽ അദ്ദേഹം നടത്തുന്നുണ്ട്. സുവിശേഷ പ്രസംഗം ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പേര് നമ്മുടെ ജയശങ്കർ സാർ ഇട്ടേക്കുന്നത്. അതങ്ങ് പ്രശസ്തിയിലായിട്ടില്ല പേര്. ആയിക്കോളും. ഈ VD സതീശന്റെ ഈ പ്രസംഗങ്ങളെ എങ്ങനെ സാർ കാണുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്. അതിലെല്ലാം ഒട്ടുമിക്ക പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ട്, അതെ, ക്രിസ്ത്യൻ കോൺഗ്രേഷനൊക്കെ പോയിട്ട് യാക്കോബക്കാരോ പ്രഥമക്കാരോ ഒക്കെ വിളിക്കുന്ന വേദികളിൽ അദ്ദേഹം പോയി പ്രസംഗിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി പ്രസംഗിക്കുന്നതിലും നന്നായിട്ട് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ച് ഒരു വാക്യം പറഞ്ഞ് അതിൽ നിന്ന് വ്യതിചലിക്കാതെ അവസാനം വരെ നിന്ന് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്.
വളരെ സിമ്പിളായിട്ട് നല്ല എല്ലാ- വ്യാഖ്യാന ശൈലിയിൽ തന്നെ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ. എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം വരുന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഓ, കഴിഞ്ഞ ആഴ്ചയിൽ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത അങ്ങനെ കണ്ടു. അദ്ദേഹത്തിന്റെ 250ഓളം പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ട, അതെ, ക്രിസ്ത്യൻ സുവിശേഷ പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച് പുസ്തകമാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് മാതൃഭൂമിയിൽ. അത് പ്രസംഗം അത് പുസ്തകം ഇറക്കുന്നതാരെന്ന് എനിക്കറിയില്ല. അതിനകത്ത് പുസ്തകം ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് കണ്ടു. അതിനുശേഷമാണ് ഈ അടുത്ത ദിവസം ദീപികയിലും അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം വന്നത്. ലേഖനം എഴുതിയിരിക്കുന്ന ആള് തോമസ് വർഗീസ് ആണ്. രാഷ്ട്രദീപികയിൽ വന്ന ഒരു ലേഖനമാണ്. അത് ചില ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ഉദ്ധരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ചാനലിലും ഉണ്ടല്ലോ അത്. അപ്പം ചെറുപ്പത്തിൽ പത്രം വായിച്ചു തുടങ്ങിയ ശീലം പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി എന്ന് ബ്രിട്ടീഷേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് തോമസ് വർഗീസ് ഇവിടെ എഴുതുകയാണ്. അദ്ദേഹം പറയുന്ന തേവര SH കോളേജിലും രാജഗിരി കോളേജിലും ഉപരിപഠന കാലത്ത് വായന വ്യത്യസ്ത തലങ്ങളിലേക്ക് പകർന്നു. പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് ബൈബിൾ വായനയിലേക്ക് എത്തിയത്. ആ കാലത്തിലാണ് അദ്ദേഹം ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. ആത്മീയതയിലേക്ക് മാത്രമല്ല, ബൈബിൾ വിരൽ ചൂണ്ടുന്നതെന്നും മനുഷ്യനെ ശക്തനാക്കാൻ ഏറ്റവും വലിയ പ്രചോദനം അത് നൽകുന്നുണ്ടെന്നും സതീശൻ പറയുന്നു. സാമൂഹ്യ ജീവിതത്തിൽ ബൈബിൾ ഏറെ സ്വാധീനം ചെലുത്തിയെന്ന ചാലക ശക്തിയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ബൈബിളിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ക്രൈസ്തവരുടെ മീറ്റിംഗിൽ തന്നെ അദ്ദേഹം 2 പ്രഭാഷണങ്ങൾ നടത്തി. ഒന്ന് വാനിയ പുസ്തക പ്രകാശനത്തിന് അദ്ദേഹം ക്ഷണിച്ചു വന്നു. അന്ന് ലാസറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട തോമസ് പറയുന്ന ഒരു ചരിത്രമുണ്ടല്ലോ, അതേതാണെന്ന് പറഞ്ഞ് അത് ലാസർ ദീനമായിട്ട് കിടക്കുന്നു. അപ്പോൾ കുറച്ച് അകലെയാണ് കർത്താവും ശിഷ്യന്മാരും ഇരിക്കുന്നത്. വിവരം അറിഞ്ഞു. അങ്ങോട്ട് പോകാൻ നേരത്തെ ശിഷ്യന്മാരെ നിരുത്സാഹപ്പെടുത്തി. കാര്യം വധഭീഷണി യെരുശലേമിൽ നിലനിൽക്കുന്നു, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഡിസ്കറേജ് ചെയ്ത് പല ശിഷ്യന്മാരും നിന്നപ്പോൾ തോമസ് ആണ് മുമ്പോട്ട് വന്ന് പറഞ്ഞു, അവനോടുകൂടി മരിക്കാൻ നമുക്ക് പോകാം. മരിക്കുമെന്നുള്ളത് ഉറപ്പിച്ചാണ് തോമസ് പറയുന്നത്. മാക്സിമം മരണമല്ലേ ഉള്ളൂ. യേശു ക്രിസ്തുവിനെ പിടിച്ച് അവർ കൊന്നാൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവനോട് കൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. അത് അദ്ദേഹം പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. അതെ. യേശു ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തിന് വേണ്ടി, നിലപാടുകൾക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം മരിക്കേണ്ടി വന്നാലും താൻ അതിന് അതാണെന്ന് ഉച്ചത്തിൽ വെളിപ്പെടുത്തുകയായിരുന്നു ക്രിസ്തു ശിഷ്യനായ തോമസ് ലീഹ എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും എനിക്ക് സന്തോഷമായി തോന്നിയത്, യേശു ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തിന് വേണ്ടി, നിലപാടുകൾക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന തോമസ് ലീഹായാണ് അദ്ദേഹം വരച്ചു കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ. അപ്പൊ അന്ന് അത് പ്രസംഗിച്ചു. അത് പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെ അത് ഈ തോമസ് വർഗീസ് രാഷ്ട്രദീപിക പത്രത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നമ്മുടെ VM മാത്യു സാറിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കാൻ അവിടെ വന്നപ്പോൾ, KC ജോൺ വന്നപ്പോൾ ഗിരിപ്രഭാഷണം ഓർക്കുന്നുണ്ടല്ലോ. ഗിരിപ്രഭാഷണം വളരെ ഗംഭീരമായിട്ട് അവിടെ പ്രസംഗിച്ചു. അങ്ങനെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് അത്രയും നന്നായിട്ടാരും നമ്മുടെ ഇടയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. ആ പ്രാർത്ഥന പോലും നമ്മള് ചില മടിയാ, നമ്മളെ ചൊല്ലാറില്ല. പക്ഷെ അദ്ദേഹം ആ പ്രാർത്ഥന മുഴുവൻ അവിടെ ചൊല്ലി. അപ്പൊ അങ്ങനെയുള്ള 250ഓളം പ്രഭാഷണങ്ങളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഉള്ളത്, പബ്ലിഷ് ചെയ്യാനുള്ളത്. മാർക്ലീമിയോസ് മെത്രാപ്പോലീത്ത സുവിശേഷകൻ എന്ന നാമവാർത്തകം ചാർത്തി കൊടുത്തതായിട്ട് ഇതിനകത്ത് അതൊരു അംഗീകാരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതെ. അങ്ങനെ സുവിശേഷകൻ എന്ന് പറഞ്ഞത് വലിയ മെത്രാപ്പോലീത്ത ചാർത്തി കൊടുത്തത്, ആ വിശേഷണം ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഒരു യേശുവിനെ കുറിച്ച് പ്രസന്റ് ചെയ്യുന്നതിന് അദ്ദേഹം ഒരു മടിയില്ല, ലജ്ജിക്കുന്നില്ല.
അധൈര്യം അല്ല, ധൈര്യം ഇല്ലാഴികയൊന്നുമില്ല. അദ്ദേഹത്തിന് ഇതാര് കേൾക്കുന്നു, ഇഷ്ടപ്പെടുമോ ഇല്ലയോ, ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദുക്കൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ, മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, ചില രാഷ്ട്രീയ പാർട്ടി, അതൊന്നും പുള്ളിക്ക് നോട്ടമില്ല. ഉള്ള കാര്യം സത്യം അതുപോലെ വെളിപ്പെടുത്തുക. അത് ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഒന്നും പുള്ളി നോക്കും. അതിനകത്ത് പുള്ളി എടുത്ത് പറയുന്നുണ്ട്, പ്രീണനം എന്നൊരു വാക്ക് അതിനകത്ത് പറയാൻ പാടില്ല. കാര്യം ആരെയും പ്രീണിപ്പിക്കാനല്ല, ഒരു വേദപുസ്തകത്തിലുള്ള സത്യം മാത്രമാണ് പറയുന്നത്. അതെ, അതിനകത്ത് പ്രീണനം എന്തിനാ പറയുന്നത്? അതെ, അതും പറയുന്നുണ്ട്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രസംഗിക്കുന്നതിനെ പ്രീണനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനൊന്നും മറുപടിയില്ല. അത് കൂടെ പറയുന്ന മറ്റു കാര്യമുണ്ട്. ക്രൈസ്തവ മിഷണറിമാർ ഈ നാടിന് നൽകിയിട്ടുള്ള വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ മേഖലകളിലെ നന്മകളെ കാണാതിരിക്കാൻ കഴിയില്ല. അവർക്ക് വിളക്കായി നിന്നത് ബൈബിളിലെ വാക്യങ്ങൾ തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു മതത്തിന്റെ നല്ല അംശങ്ങൾ പറയുമ്പോൾ അതിനെ പ്രീണനം എന്ന് പറയേണ്ടതില്ല. ജനാധിപത്യത്തെയും സംസ്കാരത്തെയും കലയെയും എല്ലാം ബൈബിൾ സ്വാധീനിച്ചിട്ടുണ്ട്. സതീശൻ പറയുന്നത് വളരെ നന്നായി തന്നെ ഇവിടെ അദ്ദേഹം അത് തോമസ് വർഗീസ് പറയുകയാണ്. അപ്പം നമുക്ക് വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇങ്ങനെ ബൈബിളിനെ കോട്ട് ചെയ്ത് പ്രശംസിച്ചിട്ടുണ്ട്? ബൈബിളിനെ കോട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇവൻ നമ്മുടെ അസംബ്ലിയിൽ വരെ അച്യുതാനന്ദൻ കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരെ നെഞ്ചത്തറയ്ക്കാനുള്ള ഒരു അമ്പായിട്ടാണ് ഉപയോഗിച്ചത്, നിഷ്പക്ഷമായിട്ടല്ല. മാണി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നരകത്തിലെ കെടാത്ത തീയ ചാകാത്ത പുഴു അവിടേക്കാണ് മാണി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ ആ വിശ്വാസ പ്രഖ്യാപനങ്ങളോട് പുള്ളിക്ക് ആത്മാർത്ഥതയൊന്നും എനിക്ക് തോന്നുന്നില്ല. മാണിസാറിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി, മാണിസാറിനെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അത് അതെ, ശത്രുവിനെ ഗ്രഹിക്കാനായിട്ടും അവനെ തകർക്കാനായിട്ടും ബൈബിളിലെ കഥാഭാഗങ്ങൾ ഇവർ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വരാജു അത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളമൊഴിച്ച ശവക്കല്ലറകളെ എന്നൊക്കെ വിളിച്ച് ഇവരങ്ങോട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ അതിന്റെ അർത്ഥമൊന്നും ഇവർക്ക് അറിയില്ലല്ലോ. യഹൂദന്മാരുടെ അന്നത്തെ ചീഞ്ഞ മതത്തിന്റെ അന്ധമായ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് ക്രിസ്തു അത് പറയുന്നത്. അത് അവർക്ക് മനസ്സിലാകുന്നില്ല. എക്കാലവും അത് പ്രസക്തമാണ്. കാരണം മതം അത്ര വലിയ ദോഷമാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ക്രിസ്തു പറഞ്ഞ ആഹ്വാനം അത് അന്നത്തെ മതപുരോഹിതന്മാർക്ക്, അന്നത്തെ മതമേലാധ്യക്ഷർക്ക് ബാധകമാണത്. പക്ഷെ ഇവര് അത് ഉദ്ദേശിക്കുന്ന അതല്ല, വേറെ ആംഗിളിലാണ് അത് പറയുന്നത്. ക്രിസ്തുവിന്റെ വിശ്വാസത്തോടോ പ്രമാണങ്ങളോടോ ഒന്നും ഒരിക്കലും യോജിച്ചു പോകുന്ന ഒന്നല്ല. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അജണ്ടകളൊന്നും അങ്ങനെ ഇല്ല, ഒരിക്കലും ഇല്ല. പുള്ളി ബൈബിൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കുമ്പോൾ സിൻസിയറായിട്ട് സംസാരിക്കും. അതെ, അതിൽ പ്രീണനം എന്ന് പറഞ്ഞ ഒരു വാക്ക് അത് പ്രസക്തിയില്ല. ഇല്ല, അത് ആർക്ക് വേണമെന്നാൽ കൊള്ളട്ടെ. അങ്ങനെ കൊള്ളിക്കാനായിട്ട് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞതുപോലോ സ്വരാജ് പറഞ്ഞതുപോലോ ഒന്നും അദ്ദേഹം കോട്ട് ചെയ്യുന്നില്ല. ഉള്ള കാര്യം അതുപോലെ തന്നെ പ്രസംഗിച്ചു പോവുകയാണ്. അതന്നെ എറണാകുളത്ത് നടന്ന ഒരു വിശ്വാസികളുടെ സംഗമത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഞാനും ആ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് എനിക്ക് സമയം തന്ന് ഞാൻ പോയി ഓഡിയൻസിനോട് ഇരുന്ന സമയത്ത് ഹൈവേ ഇടൻ പ്രസംഗിക്കാൻ ഇരുന്ന് ഹൈവേ ഇടൻ പ്രസംഗിച്ച് പകുതി ആയപ്പോഴത്തേക്കും വി.ഡി. സതീശൻ കയറി വന്നു. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് YMCA ഹോളോ മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അവിടെ കയറി വന്നപ്പം ഹൈബി പറഞ്ഞു, ഒരു വലിയ പാസ്റ്റർ കയറി വരുന്നുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ഹൈബി പറഞ്ഞു. അതിനെയൊക്കെ പുള്ളി അങ്ങ് ഉൾക്കൊള്ളുകയാണ്. നമ്മളുടെ എന്നെ ചിലർ പാസ്റ്റർ എന്ന് വിളിച്ച് സംബോധന ചെയ്യാറുണ്ട്. സാറിനെ നമ്മളെയൊക്കെ വിളിക്കും. ഞാൻ പറയാറുണ്ട്, ഞാൻ പാസ്റ്റർ അല്ല, ഞാൻ വിശ്വാസിയാണ്. ഇവിടെ അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് വിളിച്ചാലും പ്രശ്നമില്ല, ക്രൈസ്റ്റ് സെന്റേർഡ് ആണ് പ്രസംഗം മുഴുവൻ. ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ, പുതിയ നിയമം കോട്ട് ചെയ്താണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. എല്ലാം പുതിയ നിയമങ്ങളാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും
കർത്താവിന്റെ ഗിരിപ്രഭാഷണം തന്നെ ഉം. എന്തോ ഒരു കാതലായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതെ 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 അതെല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെ. പ്രസംഗത്തിൽ എല്ലാം പറയുന്നില്ലെന്നേ ഉള്ളൂ. അതെ. പക്ഷെ നല്ല പഠിച്ചിട്ടുണ്ട്. നല്ല ബൈബിൾ വായന ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും വായിക്കുന്നുണ്ടല്ലോ. അതെ. വായിക്കുന്നുണ്ട്. നന്നായിട്ട് പ്രത്യേകിച്ച് വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അതെ. നമ്മൾ ഇന്ന് ഒരു കാവ്യ പുസ്തകവും അതിനെ വെല്ലാൻ ഇല്ലെന്നാണ് അദ്ദേഹം തോമസ് വർഗീസ് എഴുതുന്നത്. അതെ. അല്ല, തോമസ് വർഗീസ് അദ്ദേഹത്തെ കോട്ട് കോട്ട് ചെയ്ത് പറയാം. ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. അതുപോലുള്ള ഒരു കാവ്യ സമാഹാരമാണ് 150 പുസ്തകങ്ങളുള്ള സങ്കീർത്തനങ്ങൾ. അതിൽ 121 സങ്കീർത്തനം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതെ. അത് പുള്ളിക്ക് വളരെ പ്രചോദനമായെന്നാ പറയുന്നത്. ഞാൻ എന്റെ കണ്ണ് അത് ഒരു സൂപ്പർ സങ്കീർത്തനം തന്നെയാണത്. നമ്മളത് ഓടിച്ചങ്ങ് വായിച്ചു പോവാണ്. അവിടെ നിന്ന് അതിന്റെ അർത്ഥത്തെ നമ്മൾ വിശകലനം അദ്ദേഹം പറയുന്നത്, എന്റെ ഈ ഔദ്യോഗിക മണ്ഡലത്തിൽ പുള്ളി ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ. എനിക്ക് വഴിമുട്ടി പോകുന്നു തോന്നുന്ന പല സന്ദർഭങ്ങളിൽ ഞാൻ ഈ 121 സങ്കീർത്തനം എടുത്ത് വായിക്കും. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് തുടങ്ങിയുള്ള വാക്യങ്ങൾ എടുത്തിരിക്കുന്നുണ്ട്. അതെ. യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവം മനുഷ്യരാശിക്ക് നൽകിയ ഏറ്റവും വലിയ ഉറപ്പിന്റെ പ്രതീകമാണ് ഈ 8 വചനങ്ങൾ. അത് വളരെ സൂപ്പർ. നമ്മൾ പോലും സത്യം പറഞ്ഞ ആ വാക്യങ്ങൾ വായിച്ചങ്ങ് വിടുന്നതല്ലാതെ അതിനകത്തായിരിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറില്ല. അതെ. ഇദ്ദേഹം അത് നമ്മള് ക്രിസ്ത്യാനികൾ വായിച്ചു വിടുന്ന പോലെ അങ്ങ് വിടുകയല്ലോ. ഇല്ല, അതിന്റെ ബാക്കിയും കൂടെ കേൾക്കുമ്പോഴേ അതിന്റെ അന്തസ്സത്ത കുറച്ചുകൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ്. എന്റെ സങ്കടങ്ങളിൽ, പ്രതിസന്ധികളിൽ, സന്നിഗ്ധ അവസ്ഥകളിൽ ഈ വാചകങ്ങൾ വായിക്കുമ്പോൾ, ഓർക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസനും ധൈര്യത്തിനും വല്ലാത്തൊരു മാസ്മരിക ശക്തി ഉണ്ട്. അത് പുള്ളി അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ. ഇന്ന് വരെ നമ്മുടെ പൊളിറ്റിക്കൽ ഫീൽഡില് അങ്ങനെ ക്രിസ്തുവിനെ ഇങ്ങനെ സമൂഹത്തിന് മധ്യ ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയവരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ബാലകൃഷ്ണ പള്ള സാറ്, ഗണേഷിന്റെ ഫാദർ. അത് നമ്മൾ കണക്കാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളിയും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, പഠിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. പുള്ളിക്ക് ഒരു ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അത് രാഷ്ട്രീയത്തിലായാലും ഈ ബൈബിൾ കോട്ട് ചെയ്യുമ്പോഴും തികഞ്ഞ ബോധ്യം ഉണ്ടെങ്കിൽ പറയുന്നുണ്ടല്ലോ, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അറബിക്കടലിൽ എരമ്പി വന്നാലും ഞാൻ അതിനകത്ത് മാറുന്നില്ല. അങ്ങനെ പുള്ളി പറഞ്ഞു വേറൊരു വിഷയത്തില്. എന്ന് പറയുന്നത് ബോധ്യമുള്ള കാര്യങ്ങളാണ്. കുമ്പനാട് കൺവെൻഷൻ നടത്തിയ പ്രസംഗം ഗംഭീരമായിരുന്നല്ലോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. കുമ്പനാട് കൺവെൻഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നൊരു പ്രസംഗം അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് വലിയ അതിശയമായിട്ടോ തോന്നുന്നു. ഇങ്ങനെയൊന്നും ആരും അങ്ങനെ പ്രസംഗിക്കാറില്ല. രാഷ്ട്രീയ നേതാക്കള് ക്രിസ്ത്യാനിറ്റിയെയും ക്രിസ്തുവിനെയും കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ഭൂരിപക്ഷ ദൈവവിശ്വാസികളായ ഭൂരിപക്ഷം മതങ്ങൾ വേറെ ഉണ്ട്, കൂടുതൽ ആളുകൾ. അപ്പൊ അവരെന്ത് വിചാരിക്കും? ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ക്രിസ്ത്യാനിറ്റിയെ അല്ലെങ്കിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇതിനെ പിടിക്കുകയില്ല. അത് അവരാ പറയുന്നത് പ്രീണനമാണ്. ക്രിസ്ത്യാനികളെ സൂചിപ്പിച്ച് നിർത്തിയിട്ട് വോട്ട് പിടിക്കാം. ആ ഒരു ലക്ഷ്യം പുള്ളിക്കില്ല. ക്രിസ്ത്യാനികളോട് എത്ര ശതമാനമുണ്ട്? അതെ. അത് ധൈര്യം, അത് മറ്റൊരു മൈൻഡ് തന്നെയാണ്. അതാണ് തീർച്ചയായിട്ടും. അല്ലേ, ഇവിടെ അങ്ങനെ പുള്ളിയുടെ പരന്ന വായനയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബൈബിള് ശരിക്കും നമ്മൾ ബൈബിളൊക്കെ വായിച്ചു വരിക, പുള്ളി അത് പഠിക്കുക. അതിനകത്ത് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ ഈ തോമസ് വർഗീസിന്റെ ലേഖനത്തിൽ അവസാനം പറയുന്ന ഭാഗമുണ്ട്. പൊതുപ്രവർത്തക നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മാർഗദർശിയാണ്. സങ്കീർത്തനങ്ങൾ എഴുതിയതുപോലെ നിന്റെ വചനങ്ങൾ എന്റെ കാൽ ദീപവും പാതയ്ക്ക് പ്രകാശമാകും. ഈ വാക്യം പറയാൻ എനിക്ക് ഭയമോ പ്രയാസമോ ഒന്നുമില്ല. ക്രിസ്തുവിന്റെ ദർശനങ്ങൾ ഗാന്ധിയെ സ്വാധീനിച്ചതിന്റെ തെളിവുകൾ ഒന്നാണ് അഹിംസാ സിദ്ധാന്തം. അത് കറക്റ്റാണ്, അത് ശരിയാണത്. അപ്പോൾ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വിളവെടുപ്പ് നടത്തുന്നവർക്കെതിരെ നിൽക്കാൻ വിശുദ്ധ തോമസിനെ പോലുള്ള ധൈര്യശാലികളായവർ ആകാൻ കഴിയണം. അതായത്
ഇപ്പോഴത്തെ ഈ വടക്കേന്ത്യയിൽ നടക്കുന്ന ആ, സംഭവവികാസങ്ങളെ അദ്ദേഹം മതപീഡനം അത് പറയുകയാണ്. ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് വിളവെടുപ്പ് നടത്തുന്നവർക്കെതിരെ നിൽക്കാൻ വിശുദ്ധ തോമസിനെ പോലെയുള്ള ധൈര്യശാലികളാവാൻ നമുക്ക് കഴിയണം. സധൈര്യമായിട്ട് നിൽക്കണം. പീഡ ഉണ്ടാകുമ്പോൾ പതറരുത്, ധൈര്യം സംഭരിക്കണം, ഭയപ്പെടരുത് എന്നൊക്കെയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിശ്വാസ പ്രമാണങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ചരിത്രത്തിൽ തന്നെ വളരെ ചുരുക്കം ആളുകൾ കഴിഞ്ഞിട്ടുള്ളൂ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ, മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല, ചുരുക്കം ചില ആളുകൾക്കൊന്നും അദ്ദേഹം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തില് ഈ ആളുകൾ ഏത് രീതിയിലെങ്കിലും വ്യാഖ്യാനിച്ചോട്ടെ, നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ വളരെ ആവേശം തോന്നുന്ന ഒരു പ്രസംഗമായിട്ടാണ് എനിക്ക്. അതെ, ഞാൻ 2-3 പ്രസംഗങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്ന് വാനിയയുടെ സമയത്ത്, അതെ അതെ, പിന്നെ വേറൊരു നമ്മുടെ ജോൺ നമ്മൾ അവാർഡ് കൊടുക്കുന്ന സമയത്ത്, കുമ്പനാട് കൺവെൻഷൻ, വേറെ ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ മറ്റു പ്രസംഗങ്ങളെല്ലാം. അതെ 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 അതെ. ഏതായാലും പ്രസംഗങ്ങൾ വൃത്തിയാണ്. ഏതായാലും അദ്ദേഹത്തിന് പറവൂർ ഗ്രഹം എന്നൊരു പേരും കൂടെ അത് ആദ്യമായിട്ട് കേൾക്കുക. അത് അങ്ങനെ ഒരു വിളിച്ചിട്ടുണ്ട്. ജയശങ്കർ സാർ ഇട്ട പേരാ. അത് അദ്ദേഹത്തിന് അത് കഴിയും. അദ്ദേഹം അത് പറഞ്ഞാൽ ആരും അത് മൈൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ രീതിയിൽ എടുക്കത്തുള്ളൂ. അതിന്റെ അർത്ഥ വ്യാപ്തി ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിയതനുസരിച്ച് തന്നെ എടുക്കും. ഹൈബി ഈഡൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ, അതെ, ഇദ്ദേഹം വി.ഡി. സതീശൻ സാർ കയറി വരുമ്പം പറയാ, ഇനി ഞാനൊന്നും മിണ്ടുന്നില്ല, ബാക്കി ഉപദേശം പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ ആണ്. പുള്ളിക്ക് അദ്ദേഹം അതിനകത്ത് മടിയില്ല. ആരെന്ത് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അതായത് ഈ ഇപ്പോഴത്തെ പ്രാസംഗികന്മാര്, സമയം പറയുന്നില്ല, അവര് കിടന്ന് സ്റ്റേജിൽ കയറി അലറി കാറി കൂവുന്നതിനേക്കാളൊക്കെ എത്രയോ വ്യക്തമായിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാകുന്ന, നമ്മളിപ്പം ബൈബിളിലെ വാക്യങ്ങൾ അദ്ദേഹം വിശ്വസിക്കുന്നു, ക്രൈസ്റ്റിനെ അദ്ദേഹം വിശ്വസിക്കുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അത്രയും ആകൃഷ്ടനാണ്. സങ്കീർത്തന പുസ്തകങ്ങളിലെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു. അപ്പോ ഒരു ക്രൈസ്റ്റിനെ അദ്ദേഹം വിശ്വസിക്കുന്നു, ബൈബിളിൽ വിശ്വസിക്കുന്നു. നമ്മൾ അത്രയും മാത്രം ഇപ്പൊ കണ്ടാൽ അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ അപ്പുറത്ത് പുള്ളി അയ്യപ്പനിൽ വിശ്വസിക്കുന്നു. അതെ. അപ്പം ബൈബിളിന്റെ പൂർണ്ണമായ രൂപം പുള്ളിക്ക് മനസ്സിലാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഒരു പൂർണ്ണ സുവിശേഷകനായിട്ട് മാറുമെന്ന എന്റെ ഭാവനയിൽ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരിക്കലും നടക്കാത്ത സുന്ദരമായ അത് അങ്ങനെ വേണ്ട. ഇപ്പൊ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ സമൂഹങ്ങളെയും ഉൾക്കൊണ്ടേ പോകാനൊക്കത്തുള്ളൂ. പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് നിന്നുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. 250 പ്രസംഗങ്ങൾ നടത്തി എന്നുള്ള ചെറിയ കാര്യമല്ല. അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന മതവിഭാഗങ്ങളുടെ ദൈവങ്ങളെ കുറിച്ച് ഇത്രയും പ്രസംഗിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ക്രൂരമായ മർദ്ദനങ്ങള്, പീഡകള്, അതെല്ലാം അദ്ദേഹത്തിന് അറിയാം. അതെ. അപ്പൊ അദ്ദേഹത്തെ പോലൊരു ഭരണാധികാരി വീഴ്ചയിൽ വന്നാൽ അതെല്ലാം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കാൻ പുള്ളി കഴിയും. ഇതിനൊരു അതെ, എക്സാമ്പിൾ പറയാം. ഇപ്പൊ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ ചുട്ടുകൊന്നു ഈ റീസൺലി. അപ്പോഴത്തേക്ക് അവിടെ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവിടെ തൊഗാഡിയ പറഞ്ഞ എന്തുവാ, ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾ നമ്മൾ ഒരുമിച്ചിരിക്കണം. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു അസ് ഓൾസോ. ഇവിടുത്തെ ക്രിസ്ത്യാനികള് പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ള രാജ്യത്തിലെ, ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ എല്ലാവരും കൂടെ പറയാം നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാൻ സംഗതിയാകും. അതെ. പക്ഷെ അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമ്മളിവിടെ ഞാൻ ടച്ച് ചെയ്ത് പോകുന്ന വിഷയമാണ്. അത് ക്രിസ്ത്യാനികളോട് ഇവർ കാണിക്കുന്ന പരിപാടികൾ നിർത്തണം. ഇവര് നിർത്തണം എന്ന് നിർത്തേണ്ടി വരും ഇവർക്ക്. ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തെ പോലൊരു രാഷ്ട്രീയ നേതാവ് അധികാരത്തിൽ വന്നാൽ അത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. ക്രിസ്ത്യാനികൾ ആദ്യം ഇവിടെ ചെയ്ത എഡ്യൂക്കേഷന്റെ കാര്യം തന്നെ പറയുന്ന കേട്ടില്ലേ? അത് അങ്ങനെ അല്ലാതാക്കി എടുക്കാനായിട്ട് RSS കഠിന പ്രയത്നം ചെയ്യുമ്പോഴാണ് സതീശൻ സാർ പറയുന്നത് അങ്ങനെയല്ല, ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇവിടെ വന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ആദ്യം. പിന്നെ ഉറച്ച നിലപാടുകളാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഈ എന്താണ് പറയുന്നത്, ഈ ആണും പെണ്ണും കെട്ട ഒരു സംവിധാനമുണ്ട്. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള കൂടുതൽ താല്പര്യം എന്ന് പറയുന്നത്. അതിനകത്ത് പാർട്ടിക്കാർ തന്നെ എതിര് നിന്നാലും ഇന്നയാളിനെ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ പുള്ളി ഉറച്ചു. അത് ഉറച്ച നിലപാടുകൾ, അത് അങ്ങനെ വേണം. അത് അല്ലാതെ
പറ്റില്ല. രാഷ്ട്രീയത്തിൽ ഇത്രയും ശക്തമായ ഉറച്ച നിലപാടുകളുള്ള വ്യക്തികളെ ഞാൻ അങ്ങനെ നമ്മളെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇന്നെന്ന് പറയും നാളെ എന്ന് പറയും. ഇന്നത്തെ വാർത്തയില് അതിനല്പം വ്യത്യാസമായ ഒരു രീതി സംഭവിച്ചിട്ടുണ്ട്. അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ പുള്ളി നേരത്തെ എതിരായിരുന്നു. അല്ല അതിൽ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളുമില്ല, സ്ഥിര മിത്രങ്ങളുമില്ല. അൻവർ അന്ന് എടുത്ത തീരുമാനം 100% ശരിയായിരുന്നുള്ള അഭിപ്രായം തന്നെയാണ്. അത് നമ്മുടെ വിഷയമല്ല. ഇപ്പോ സാറിന്റെ ബൈബിൾ വിജ്ഞാനമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏതെങ്കിലും കൺവെൻഷനുകൾ, ഇപ്പൊ കൺവെൻഷന്റെ സീസണാണ്. അദ്ദേഹത്തിന് ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ അഭിപ്രായം എനിക്കില്ല. ഇല്ല അല്ല അതുകൊണ്ടല്ല അദ്ദേഹത്തിന് നമ്മളെപ്പോലെ അങ്ങനത്തെ ഒരു സ്റ്റൈലിലേക്ക് വരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ബൈബിൾ. ഞാൻ പറഞ്ഞ അതിശോക്തിയായിട്ട് പറഞ്ഞ പരിജ്ഞാനമുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പം കാണേണ്ട അദ്ദേഹത്തെ ഞാനത് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാല്ലേ. അത്രയും പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ പുസ്തകം വരുന്നു പ്രസംഗത്തെ കുറിച്ചുള്ള, അത് നന്നായിട്ട് വിറ്റഴിയപ്പെടും. പിന്നെ നമുക്ക് ഇത്രയും നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുക. അദ്ദേഹത്തിന് ക്രൈസ്തവ വിശ്വാസമുണ്ട്. അതെ, ക്രൈസ്തവ വിശ്വാസമുണ്ട്. പ്രസ്തുത വചനങ്ങളിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ എല്ലാ ഭാഗങ്ങളും വിശ്വസിക്കുന്നു. ക്രൈസ്റ്റ് സെന്റേർഡ് ആണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഭൂരിഭാഗവും. അപ്പം നമ്മുടെ ഇടയിലുള്ള ആളുകൾ പോലും എത്ര പേർക്ക് ഞായറാഴ്ച പള്ളി വരുന്നെങ്കിലും ക്രിസ്തു വിശ്വാസികളാണോ അറിയത്തില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു വിപ്ലവകരമായ ഒരു ആശയം തന്നെയാണ് അദ്ദേഹത്തെ രൂപപ്പെട്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. അത് നമ്മളത് വായനക്കാരോടൊന്ന് പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, ഞങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം വരുന്നുവെന്ന് നമ്മൾ രാഷ്ട്രദീപിയിൽ ഇപ്പൊ കണ്ടു, മാതൃഭൂമിയിലും കണ്ടു. ഏത് പബ്ലിക്കേഷനാണ് ചെയ്യുന്നത് നമുക്ക് എടുക്കട്ടെ. അതായത് അദ്ദേഹത്തിന് ഇനിയും എല്ലാ ഭാവുകളും അദ്ദേഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലെ ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട്, തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ അത് ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പോഴും കൂടാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ആശിക്കാം. അതുകൊണ്ട് സതീശൻ സാറ് മീറ്റിങ്ങുകളിൽ പ്രസംഗിക്കണം, അല്ലെ? എല്ലാം പറയാനുള്ളത്. പ്രസംഗിക്കണം. ക്രൈസ്തവ പ്രസംഗങ്ങൾ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ക്രൈസ്റ്റിനെ കുറിച്ച് ഇത്രയും പ്രസംഗിച്ചപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇനിയും കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിലേക്കൂടെ അങ്ങ് എത്തിച്ചേരണം എന്ന് നമ്മള് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അതെ, ക്രൈസ്തവന്റെ എല്ലാ വായനക്കാർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.